ഹായ് ഹലോ, നമുക്കിന്ന് എളുപ്പത്തിലൊരു മീൻകറി തയ്യാറാക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് നല്ല കണക്ക് എണ്ണ ചൂടായി കടുക് വറുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. ഇനി വേണ്ടത് പച്ചമുളകാണ്. 3 പച്ചമുളക്, നല്ല എരിയുള്ള പച്ചമുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞ് തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് വരട്ടി കൊടുക്കാം. വരട്ടി കൊടുക്കാം. ഞാനിങ്ങനെയല്ല കേട്ടോ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കും. തക്കാളിയൊക്കെ വെന്ത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 സ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 സ്പൂൺ മുളക് പൊടിയാണ്. നല്ല എരിയുള്ള മുളകായതുകൊണ്ട് തന്നെ 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വരട്ടാം. അപ്പോൾ നമുക്ക് വേണ്ടത് വടക്കംപുളിയാണ്, കുടംപുളി എന്നൊക്കെ പറയുമല്ലോ. ഇതിനെ ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ അതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നല്ല തിളപ്പിച്ചാറിയ വെള്ളം ഞാനകത്ത് ആവശ്യമായ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ടാൽ മതി. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് 10-15 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. എൻ്റെ പൊന്നോ, അടിപൊളി മണം വരുന്നുണ്ട്. ഈ മണം അടിച്ചിട്ടാണ് റോക്ക് വരെ ചോറ് തായോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പോയി ചോറ് കഴിക്കട്ടെ. ടാറ്റ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.